ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു വ്ലോഗാണ്. അപ്പോൾ എന്തിൻ്റെ വ്ലോഗാണെന്ന് പറഞ്ഞാൽ ഒരു ക്ലീനിങ്ങിൻ്റെ വ്ലോഗാണ്. അപ്പോൾ ഈ ഡ്രസ്സ് എങ്ങനെ ഉണ്ടെന്ന് പറയണം. പഴയ മോഡലിൻ്റെ ഡ്രസ്സാണ്. എനിക്കത് അത്ര ഇഷ്ടമൊന്നുമല്ല, എന്നാലും ഞാൻ വെറുതെ ഒന്ന് ഇട്ട് നോക്കിയതാണ്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഫിദ അവിടെ നിന്ന് പൊടിയൊക്കെ തൂത്ത് തറയിലോട്ട് ഇടുന്നുണ്ടായിരുന്നു. അത് നമുക്കത്ര ഇതൊന്നും അല്ലായിരുന്നു. അലർജിയൊക്കെ ഉള്ളതാണ് നമ്മളൊക്കെ. അപ്പോൾ നമുക്ക് നല്ല തുമ്മലൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ജലദോഷം വരെ പിടിച്ചു ഗൈസ്. ഇതായിരുന്നു അവിടുത്തെ പൊടി. നമ്മൾ ഈ മൊബൈലിൽ കാണും പോലെയൊന്നും അല്ല, നല്ല പൊടിയായിരുന്നു. പിന്നെ നിലവിൽ കുക്കിങ്ങിലാണ്. അത് ഈ പൂച്ചേനെ കണ്ടു. ഈ പൂച്ച ഇങ്ങനെ ആവാൻ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഈ പൂച്ചയുടെ കൂട്ടുകാരി ഇതുപോലെയായിരുന്നു. കൂട്ടുകാരനോ കൂട്ടുകാരിയോ അതൊന്നും എനിക്കറിയത്തില്ല. ഇതുപോലെയായിരുന്നു. അതിന് ഇങ്ങനെ പുറത്തൊക്കെ ഇതുപോലെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിനും അതുപോലെ വന്നിട്ടുണ്ടായിരുന്നു. നല്ല സുന്ദരിയായിരുന്നു. അപ്പം അതിൻ്റെ കൊച്ചുങ്ങൾക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു കൊച്ചിന് വന്നിട്ടുണ്ടായിരുന്നു. ബാക്കി കൊച്ചുങ്ങൾക്ക് കഴുത്തിലും വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ ഇതുപോലത്തെ ഡ്രസ്സ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ മഴക്കോള് വന്ന് മഴയും പെയ്തിട്ടു. അപ്പോഴേ അതങ്ങ് പോയിട്ടു. അപ്പോൾ കുഞ്ഞുമ്മ പശുവൊക്കെ ഉള്ളതുകൊണ്ട് കാടിയൊക്കെ എടുത്തിട്ട് വരികയാണ്. അയ്യോ ഇതാര്, അള്ളാ ഇതാര് തൂങ്ങി കിടക്കുന്നേ, അയ്യോ പേടിയാവുന്നേ. വെറുതെ പറഞ്ഞാണ്. അപ്പം ഞാൻ കയറാനായിട്ട് നോക്കിയപ്പോൾ എനിക്ക് പേടി കാരണം ഞാൻ തിരിച്ചിറങ്ങി. കാരണം നിങ്ങൾ കാണും പോലെയൊന്നുമില്ല, അവിടെ ചവിട്ടി നിൽക്കാനായിട്ട് ഒട്ടും സ്ഥലമില്ലായിരുന്നു. പിന്നെ ഇതിൽ നിൽക്കുന്നുണ്ടല്ലേ. ഞാൻ ചോദിച്ചു നിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞാടാ? ഇല്ല, എനിക്കിനി ചെറിയൊരു ഓട്ടം കൂടെ ഉണ്ട് എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. പിന്നെ എനിക്കിങ്ങനെ വെറുതെ നിൽക്കുമ്പോൾ കഴപ്പുകളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അവിടെ കയറി നിന്ന് പുള്ളപ്പൊക്കെ എടുത്ത് നോക്കിയായിരുന്നു. അപ്പോഴത്തേക്കിനും എൻ്റെ കൈയൊക്കെ ജസ്റ്റ് ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫിദ അവിടെ നിന്ന് തട്ടിപ്പറക്കിയപ്പോൾ കിട്ടിയ ഒരു കണ്ണാടിയാണിത്. പൊടിയൊക്കെ തൂത്തും കയ്യിൽ തന്നു. അപ്പോൾ ഞാനൊന്ന് വെച്ച് നോക്കട്ടെ. അതേത് പെണ്ണത്? അത് പറ്റിയ സുശീലയുടെ മോളല്ലേ? അതെന്താ ഇങ്ങനെ കിടക്കണം? പണ്ടത്തെ ഒരു മാന്യമായിട്ട് കിടന്ന കൊച്ചാണ് അത്. ആ കൊച്ചു തന്നെയത്. അപ്പോൾ സുഖം ചിരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ വെറുതെ ഇങ്ങനെ ആക്കിയതാണ്. ഈ പണ്ടത്തെ കളവിയാരൊക്കെ ഇങ്ങനെയാണല്ലോ. അപ്പോൾ ഞാൻ നബീലിൻ്റെ അടുത്ത് ചോദിച്ചു, നബീല ഞാൻ കണ്ണാടി വെച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ നബീല എൻ്റെ മുഖത്ത് നോക്കി നല്ല കണക്ക് പറഞ്ഞു, നല്ല വാണമായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും പിന്നെ എങ്ങനെയൊക്കെയോ മണ്ടയിലോട്ട് കയറി. അപ്പോഴത്തേക്കിനും എനിക്ക് അവിടെ നിന്നൊരു പണ്ടത്തെ കല്യാണ ആൽബം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളെ കയ്യിലും ഇതുപോലത്തെ ആൽബം ഒക്കെ ഉണ്ടെങ്കിൽ പറയണേ ഒന്ന്. അപ്പോൾ ഇതാണ് മണ്ടയിൽ നിന്ന് താഴയിലോട്ട് നോക്കിയാലുള്ള കാഴ്ച. സുറുമനാഥിൻ്റെ മാസ്ക് ഒക്കെ ഇട്ട് നിൽക്കുകയാണ്. എന്തിനാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, അലർജിയൊക്കെ ഉണ്ട്, അതുകൊണ്ട് പൊടി അടിയും. അപ്പോൾ ഇവിടെയും നല്ല പൊടിയാണ്. എനിക്ക് നല്ല അലർജി ജലദോഷമൊക്കെ ഉണ്ടായിട്ടാണ് ഞാൻ കയറിയത്. പക്ഷെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഫിദ പിന്നെ അടുത്ത സാധനങ്ങളൊക്കെ തുടച്ച് വയ്ക്കാണ്. പണ്ടത്തെ പാലിയാച്ചിൻ്റെ കപ്പും പ്ലേറ്റും ഒക്കെ സഹിതം അവിടെ ഉണ്ട്, കിട്ടിയ ഗിഫ്റ്റും. അതിലൊന്നാണ് അത് ഇതുവരെ അവർ യൂസ് ചെയ്തിട്ട് പോലും ഇല്ല. എടുത്തു പോലും നോക്കിയിട്ടില്ല. പിന്നെ നബിൽ ഫിദ തള്ളിയിടാൻ പോകണം, തള്ളിയിട്ടു ഇല്ല. സുറുമിതത്തിൻ്റെ പണ്ടത്തെ ഒരു കളിപ്പാട്ടമാണിത്. കണ്ടിട്ട് തന്നെ പേടിയാവുന്നു. ഞാൻ ശശീന്ദ്ര അനബല്ലേറെ കുഞ്ഞാ, ഒന്നുമല്ല, ഒരു ബാർബി ആയിരുന്നു. ഇങ്ങനെയൊക്കെ ആയി. അതിൻ്റെ ഐ ലാഷസും ലെൻസും ഒക്കെ ഊരി എടുക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ വന്നില്ല. എന്നിട്ട് ഞാൻ എപ്പോഴാണ് ഊരി എടുത്തതെന്ന് അറിയാമോ? പിന്നെ ഇവരൊക്കെ ആണെങ്കിൽ ഐസ്ക്രീം കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡെപ്പ എടുത്ത് കളയത്തോലും ഇല്ല. അതുകൊണ്ട് അതെല്ലാം കൂട്ടി ഇങ്ങനെ വെക്കും. കുഞ്ഞുമാക്കാണെങ്കിൽ ഒന്ന് പോയാൽ ഭയങ്കര വിഷമവും ഭയങ്കര ദേഷ്യമാണ്. ആരാണ് എടുത്ത് പോയതെന്ന് പിന്നെ കുഞ്ഞുമാക്ക് അറിയണമെന്ന്. പിന്നെ 7up കൂൾ ഡ്രിങ്ക്സോ ഒക്കെ കുടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കുപ്പിയും അവർ സൂക്ഷിച്ച് വയ്ക്കും. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്രി വരുമ്പോൾ ആക്രിക്ക് എടുത്ത് കൊടുക്കാമല്ലോ, അപ്പം പൈസ കിട്ടും. പിന്നെ കുപ്പികളൊക്കെ ഫ്രിഡ്ജിൽ നമുക്ക് വെള്ളം തണുപ്പിക്കാനൊക്കെ വയ്ക്കാം. അതെനിക്ക് ഇതുപോലത്തെ ഒരു സംഭവം കിട്ടിയിട്ടുണ്ടായിരുന്നു. ക്ലിപ്പ് പോലെയൊക്കെ ആണ്, ബട്ട് ഇതൊരു പിന്നാണ്. പിന്നെ എനിക്കൊരു വലിയൊരു ഡമ്പൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓഹോ, അടുത്ത് എൻ്റെ മസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു കീസ് നോക്കിയപ്പോഴത്തേക്കിന് എനിക്ക് പണ്ടത്തെ ഉമ്മമാരുടെയൊക്കെ നൊസ്റ്റാൾജിക് ഐറ്റം കിട്ടിയിട്ടുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫോണാണ്. എൻ്റെ കറക്റ്റ് പേരെന്താണെന്നൊന്നും എനിക്കറിയത്തില്ല, എന്നാലും ഞാൻ ഫോണെന്നിപ്പോൾ പറയുകയാണ്. ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന ടൈമിൽ എന്തൊക്കെയോ കടന്ന് ചിലയ്ക്കുന്നുണ്ടായിരുന്നു. ഇവിടെ നിന്നൊക്കെയാണ് എന്നോട് പറയുന്നത്. പിന്നെ ഞാനിങ്ങനെ ആരെയൊക്കെയോ ഇങ്ങനെ വിളിച്ച് കാണിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അല്ല, അപ്പം വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സുഹൃത്താത്തിനാണ് വരുന്നത് ഉത്തരം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാനും എൻ്റെ താത്തയും പണ്ട് തൊട്ടേ ഭയങ്കര മനക്കേറികളാണെന്നാണ് എല്ലാവരും പറയുന്നത്. കാരണം നമ്മളെ വീട്ടിൽ ആസ്പെറ്റാസാണ്. അപ്പോഴത്തേക്കിനും ആരും അതിൻ്റെ മണ്ടേ കയറാറില്ല. ബട്ട് ഞാനും എൻ്റെ താത്തയും കയറാറുണ്ട്. ഞാൻ കിടന്നും മറിഞ്ഞുമൊക്കെയാണ് വെള്ളം കുടിക്കുന്നത്. പിന്നെ നമ്മൾ അവിടെ ഇരുന്ന ഗ്ലാസ്സൊക്കെ തുടച്ച് കഴുകി വൃത്തിയാക്കിയിട്ട് ഉണക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നബീലും കൂടെ പറക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എന്താ നമ്മൾ വൃത്തിയാക്കിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കുഞ്ഞുമ്മയൊക്കെ രണ്ടാമത്തെ തട്ടം വൃത്തിയാക്കൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പം ഒന്ന് പോയി കുളിക്കട്ടെ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.